പീപ്പിൾ. അപ്പം കഴിഞ്ഞ ദിവസം നമ്മളെ എല്ലാവരെയും ഞെട്ടിച്ചിട്ടുള്ള അല്ലെങ്കിൽ എല്ലാവർക്കും സങ്കടം തോന്നിയിട്ടുള്ള ഒരു ന്യൂസാണ്. ഒരു കുട്ടി, ആ കുട്ടിക്ക് ഇഷ്ടപ്പെട്ട ഉണ്ണിമായ, ആ കുട്ടിക്ക് ഇഷ്ടപ്പെട്ട ഒരാളുടെ കൂടെ ഇറങ്ങിപ്പോയതിന് അച്ഛനും അമ്മയും ആത്മഹത്യ ചെയ്തു എന്നുള്ളത്. അപ്പോൾ അതിനകത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒറ്റ മോളാണ്. സ്വാഭാവികമായിട്ടും ഇതുവരെ പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും കേട്ടിട്ടും, അതായത് ഡിഗ്രിക്ക് പോയ കുട്ടീനെ നീ ഡിഗ്രി പറ്റില്ല, എന്തെങ്കിലും ഒരു LLB ഡോക്ടറേറ്റ് അങ്ങനെ എന്തെങ്കിലും വേണമെന്ന് പറഞ്ഞിട്ടാണ് LLBക്ക് കൊണ്ടിടുന്നത്. അപ്പം ഈ അച്ഛൻ്റെയും അമ്മേൻ്റെയും അണ്ടറിൽ അവരുടെ ഇഷ്ടത്തിന് ജീവിച്ചിട്ട് അവസാനം ഈ കുട്ടി റിലേഷൻഷിപ്പിലാവുന്നു. ആദ്യം ഈ കുട്ടിക്ക് അറിയില്ല ഇയാളുടെ കാസ്റ്റ് എന്താണ്, ജാതി എന്താണെന്നുള്ളത്. പിന്നീട് വീട്ടിൽ ഈ റിലേഷൻഷിപ്പ് അറിയുന്ന സമയത്താണ് ഈ പറയുന്ന ജാതിയും കാര്യങ്ങളൊക്കെ വരുന്നത്. അങ്ങനെ ഇന്ന ജാതിയിൽപ്പെട്ട ആളാണ്, കാരണം ഇവരെക്കാളും താഴ്ന്ന ജാതിയിൽപ്പെട്ട ആളാണെന്ന് അറിഞ്ഞിട്ട് ഇവരെ വീട്ടിൽ നിന്ന് സമ്മതിക്കാണ്ടിരിക്കുന്നു. ആ കുട്ടി മാക്സിമം ആ ഒരു റിലേഷൻഷിപ്പിന് വേണ്ടി നിൽക്കുന്നു. എനിക്ക് കാരണം നമ്മൾ സ്നേഹിച്ചു കഴിഞ്ഞ് സ്നേഹത്തിന് കണ്ണും മൂക്കും ജാതി മതം നിറം ഒന്നുമില്ല എന്ന് പറയുന്ന പോലെ ആ കുട്ടിക്ക് അതൊരു വിഷയമായ കാര്യങ്ങളൊന്നുമല്ല. കാരണം നല്ല ക്യാരക്ടറായിരിക്കും ആളുടേത്. അതിൻ്റെ ഇടയിൽ ഈ ജാതി എന്ന് പറയുന്ന ഒരു സംഭവം ഒരു ഫാക്റ്റ് അല്ല എന്ന് ചിന്തിച്ചത് കൊണ്ടായിരിക്കണം ആ കുട്ടി അതിൽ തന്നെ ഉറച്ചു നിൽക്കുകയും ഫൈറ്റ് ചെയ്യുകയും ചെയ്തു. ബട്ട് നോ യൂസ്. സ്വാഭാവികമായിട്ടും അച്ഛനും അമ്മയും ഇനി എന്ത് തന്നെ ചെയ്താലും 5 വർഷം എങ്ങനെയായി എന്നാണ് അവർ ആ ഒരു ഇതിൽ കണ്ടിട്ടുണ്ടായിരുന്നത്. 5 വർഷം പോരാടി ഇനിയും പോരാടിയിട്ട് കാര്യമില്ല എന്ന് തോന്നിയിട്ടായിരിക്കും ആ കുട്ടി ഇറങ്ങിപ്പോയത്. അപ്പം തന്നേക്കാൾ താഴ്ന്ന ജാതിയിൽപ്പെട്ട ഒരാളുടെ കൂടെയാണ് മകൾ ഇറങ്ങിപ്പോയത്. അത് നാട്ടുകാർ പറയുമോ എന്നുള്ള പേടി കൊണ്ടാണ് ഈ പറയുന്ന അച്ഛനും അമ്മയും, നാട്ടുകാരെ ഫേസ് ചെയ്യാനുള്ള മടി കൊണ്ടാണ് അവർ ആത്മഹത്യ ചെയ്തത് എന്നാണ് പറയുന്നത്. ഞാൻ മുന്നേയും കഴിഞ്ഞ ദിവസം വിട്ട വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ട്, നമ്മൾ ഈ ഘോരെ പ്രസംഗിക്കുന്ന മാത്രമാണ് ജാതിയില്ല, മതമില്ല, ചക്കയില്ല, മാങ്ങയില്ല, തേങ്ങയില്ല എന്നൊക്കെ ഉണ്ട്. 100% ഉണ്ട്. എവിടെയാണ് ഇല്ലാത്തത് ഈ ജാതി എന്ന് പറയുന്ന സാധനം? ഇന്നും പല ആൾക്കാരും അവരുടെ പേരിൻ്റെ കൂടെ ജാതി ചേർത്തിട്ടാണ് പേര്. ഇൻസ്റ്റാഗ്രാം ആവട്ടെ, അല്ലെങ്കിൽ നമ്മൾ കുറച്ച് ഫെമിലിയർ ആയിട്ടുള്ള ആൾക്കാരെയൊക്കെ എടുത്ത് നോക്കിക്കോളൂ, അവരുടെ പേരിൻ്റെ മുകളിൽ ജാതി ഉണ്ടാവും. നോർമലി എന്താ പറയുക, നായർ, അങ്ങനെയുള്ള മേനോൻ, അങ്ങനെയൊക്കെയുള്ള ടീമുകൾ, അല്ലെങ്കിൽ തറവാട്ട് പേര് ഒക്കെ പിന്നെ ചേർക്കുന്ന ടീംസ് ഇപ്പോഴും ഉണ്ട്. അല്ലെങ്കിൽ ഞാൻ ഇന്ന ജാതിയിൽപ്പെട്ട ആളാണ്, പിന്നെ വേറെ ജാതിയിൽ പെട്ട ഒരാളോടും സംസാരിക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ട് കാര്യങ്ങളും ഒക്കെ. പിന്നെ ഞാൻ എല്ലാ തറവാട്ടിലും പോകാറുണ്ട്. ഞാൻ പറയില്ല, ഞാൻ എല്ലാ തറവാടുകളിലും പോകാറുണ്ട്. എനിക്ക് തെയ്യം ഒക്കെ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ് ഞാൻ. അപ്പം എന്നെ എല്ലാ തറവാട്ടിലും എന്നെ കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ കഴിഞ്ഞ ദിവസം എൻ്റെ ഷോപ്പിൽ വന്ന ആൾക്കാരുടെ വിചാരം ഞാൻ വേറെ ഒരു കാസ്റ്റിൽപ്പെട്ട ഒരാളാണെന്നാണ്. അപ്പോൾ അവർ പറയുന്നു ഞാൻ തറവാട്ടിൽ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ റീസെൻ്റ്ലി പോയിട്ടുണ്ടായിരുന്നത് എൻ്റെ അച്ഛൻ്റെ ബേസിൽ വരുന്ന ഒരു തറവാട്ടിലായിരുന്നു. റീസെൻ്റ്ലി അവർ വരുമ്പം ഞാൻ റീസെൻ്റ്ലി പോയിട്ടുണ്ടായിരുന്നു, അവിടെയായിരുന്നു. സോ ഐ തോട്ട്, ഞാൻ പറഞ്ഞു അച്ഛൻ്റെ അങ്ങനെ ഒരു തറവാട് ആണല്ലേ, അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞു. പിന്നെയാണ് ഐ തോട്ട് അല്ലല്ലോ, അവർ വേറൊരാളെ പേര് പറഞ്ഞപ്പം ഞാൻ പറഞ്ഞു അല്ലല്ല, അതല്ല ഞാൻ ഉദ്ദേശിച്ചത്, ഞാൻ ഇപ്പുറത്തെ ഒരു തറവാടാണ് ഉദ്ദേശിച്ചത്. അപ്പം അന്തേശടോ അതെയോ, ഞങ്ങൾ ആ തറവാടാണ്. എന്ത് തറവാട്? ഐ ഫെൽറ്റ് ലൈക്ക് സീരിയസ്ലി ഈ 2024 തറവാട്, ജാതി, മതം എന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ടല്ലേ. അല്ലെങ്കിൽ ചെക്കൻ അടിപൊളിയാണ് പക്ഷെ ജാതി വേറെയാണ് എന്നൊക്കെ ചിന്തിക്കുന്ന ആൾക്കാരുണ്ടല്ലേ. എനിക്ക് ധൈര്യമായിട്ട് പറയാം എൻ്റെ വീട്ടിൽ ഈ പറയുന്ന പോലെ ഒരു രീതിയിലുള്ള ജാതിയോ മതമോ സംസാരിക്കുന്ന ആൾക്കാരില്ല എന്നുള്ളത് എനിക്ക് ധൈര്യമായിട്ട് പറയാം. അത് എൻ്റെ ചേച്ചീൻ്റെ കല്യാണം എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക്, ഞങ്ങളുടെ ഫാമിലിയിൽ കഴിഞ്ഞിട്ടുള്ള കല്യാണങ്ങൾ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും, അല്ലെങ്കിൽ എൻ്റെ റിലേഷൻഷിപ്പ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. എൻ്റെ ഫാമിലി എനിക്ക് ധൈര്യമായിട്ട് സംസാരിക്കാം. ഞങ്ങൾ ഇതുവരെ ജാതിയെക്കുറിച്ച് സംസാരിച്ചിട്ടുള്ള ഒരാളുടെ ജാതി ചോദിച്ചിട്ടുമില്ല. ഇപ്പം എൻ്റെ ചേച്ചി ഒരു റിലേഷൻഷിപ്പ് ഉണ്ടെന്ന് വന്ന് പറയുന്ന സമയത്ത് എൻ്റെ വീട്ടിൽ നിന്ന് ഒരാൾ പോലും ചോദിക്കുന്നത് ഞാൻ കേട്ടിട്ടില്ല അവൻ ഏത് ജാതിയിൽപ്പെട്ടതാണെന്ന്. എനിക്ക് റിലേഷൻഷിപ്പ് ഉണ്ടെന്ന് പറഞ്ഞ സമയത്ത് എൻ്റെ അച്ഛനും അമ്മയും എന്നോട് ചോദിച്ചിട്ടില്ല ഏത് ജാതിയിൽപ്പെട്ടതാണ് അവൻ എന്ന് ചോദിച്ചിട്ടില്ല. സോ ഐ ക്യാൻ പ്രൗഡ്ലി സേ ദാറ്റ്. എനിക്ക് പ്രൗഡായിട്ട് പറയാൻ വേണ്ടി പറ്റും എൻ്റെ വീട്ടിൽ അതില്ല ഈ പറയുന്ന പോലെ ജാതിയോ കാര്യം. എന്നാൽ ഇപ്പോഴും എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു സാധനമാണ് ഈ ജാതി എന്ന് പറയുന്നത്. ദയവ് ചെയ്തിട്ട് നിങ്ങളുടെ മക്കൾക്ക് ആ ഒരാളെ ഇഷ്ടമാണ്, ആള് ക്യാരക്ടറൊക്കെ അടിപൊളിയാണ്, ജോലിയും കാര്യങ്ങളൊക്കെ ഉണ്ട്, നിങ്ങളുടെ മക്കളെ പൊന്നുപോലെ നോക്കുമെന്നുള്ള വിശ്വാസം നിങ്ങൾക്കുണ്ട്. പക്ഷേ വില്ലനായി നിൽക്കുന്നത് ജാതിയാണെന്നുണ്ടെങ്കിൽ ദയവ് ചെയ്തിട്ട് ആ ഒരു ജാതിൻ്റെ പേരിൽ നിങ്ങളൊരു പ്രശ്നം ഉണ്ടാക്കാൻ നിൽക്കരുത്. അതൊക്കെ കഴിഞ്ഞു. അത് ജാംബവാന്റെ കാലത്താണ് കഴിഞ്ഞു. ഇത് 2024 ഹേ. വിദ്യാഭ്യാസം ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പം ഈ പറയുന്ന അച്ഛൻ എന്തോ ആർമിയിലോ അങ്ങനെ എന്തോ ആണെന്ന് തോന്നുന്നു. വിദ്യാഭ്യാസം ഉണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഈ ജാതി എന്ന് പറയുന്ന ഒരു ജാതിയും മതമൊക്കെ നമ്മുടെ തലയിൽ ഇങ്ങനെ കിടക്കുന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ, നമ്മൾ എന്ത് പറഞ്ഞിട്ടും കാര്യമൊന്നുമില്ല.
മക്കളുടെ ഇഷ്ടമോ അതിൽ ചിലപ്പം ആ ഒരു ആത്മഹത്യാക്കുറിപ്പിൽ ആ ഉണ്ണിമായേനെ നമ്മുടെ കോമ്പൗണ്ടിനകത്ത് കയറ്റരുത് എന്നൊക്കെ പറയുന്നുണ്ട്. മേ ബി ഇന്ന താഴ്ന്ന ജാതിക്കാരൻ്റെ ഒരാളുടെ കൂടെ പോയത് കൊണ്ടായിരിക്കാം. എന്താലേ, അയ്യോ എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല. ലൈക്ക് സീരിയസ്ലി ദയവ് ചെയ്തിട്ട് ഇനിയെങ്കിലും ഈ പറയുന്ന ജാതി സംസാരിക്കാണ്ടിരിക്കുക ദയവ് ചെയ്തിട്ട്. ആദർശങ്ങൾ വിളമ്പാനായിരിക്കും പറ്റും, അത് പ്രാവർത്തികമാക്കാനാണ് പറ്റാത്തത്. അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നിങ്ങളെ കുട്ടി ഓക്കെയാണ്, കുട്ടിക്ക് ഓക്കെയാണ്, നിങ്ങൾക്കും ഓക്കെയാണ്, ജാതിയാണ് വില്ലെന്നുണ്ടെങ്കിൽ ആ ഒരു ഫാക്ടർ നിങ്ങളെ മൈൻഡിൽ നിന്ന് ദയവ് ചെയ്ത് എടുത്ത് കളഞ്ഞേ പറ്റുള്ളൂ. ഇനി വളർന്നു വരുന്ന ജനറേഷനോട് അല്ലെങ്കിൽ ഇപ്പോഴത്തെ പാരൻസിനോടാണ് പ്ലീസ്. നിങ്ങളുടെ പിന്നെ വീട്ടിന് മുന്നിലും ഉദിക്കുന്നത് സൂര്യനാണെങ്കിൽ ഇവരുടെ വീട്ടിന് മുന്നിലും സൂര്യൻ തന്നെയാണ് ഉദിക്കുന്നത്. നിങ്ങൾക്ക് പിന്നെ പൂർണ്ണചന്ദ്രൻ എന്നാണോ പൂർണ്ണചന്ദ്രൻ, അന്ന് തന്നെയാണ് ഇവർക്കും പൂർണ്ണചന്ദ്രൻ. അന്ന് അവർക്ക് ഇരുട്ടല്ല നിങ്ങളെ മുമ്പിൽ പൂർണ്ണചന്ദ്രൻ ഉണ്ടാകുമ്പോൾ. നിങ്ങളെ കൈമുറിഞ്ഞാൽ നീലച്ചോരയും അവരെ കൈമുറിഞ്ഞ പച്ചച്ചോരയല്ല വരുന്നത്. അതെങ്കിലും ചിന്തിക്ക്. ഓക്കെ, നമ്മുടെ ശ്വാസം ഒന്ന് നിലച്ചു കഴിഞ്ഞാൽ തീരും. നിങ്ങളിപ്പം എവിടെയെങ്കിലും പിന്നെ ആക്സിഡൻ്റ് ആയിട്ടോ എന്തെങ്കിലും ആയിട്ട് വീട് കടന്നിട്ട് നിങ്ങളെ എടുത്തുകൊണ്ട് പോകുമ്പോൾ നിങ്ങൾ പറയോ, അയ്യോ നീ നായരാണോ, നീ തീയരാണോ, നീ നമ്പ്യാരാണോ, നീ നമ്പൂതിരിയാണോ, അല്ലെങ്കിൽ എന്നെ അവിടെ ഇറക്കി ഇട്ടേന്ന് പറയോ? ഇല്ല. പ്ലീസ് യാർ, ഗ്രോ അപ്പ്.